നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊട്ടാരക്കരയിൽ NSS വോട്ടുകൾ ഇത്തവണ ഇടതുമുന്നണി സ്ഥാനാർത്ഥി KN ബാലഗോപാലിന് കിട്ടിയില്ലേ? ഈ ഒരു സംശയം നേരത്തെ ഉണ്ടായിരുന്നു. ആ സംശയം സാധൂകരിക്കുന്ന വിധത്തിലുള്ള ഒരു ഓഡിയോ ക്ലിപ്പ് മണ്ഡലത്തിലുടനീളം പ്രചരിക്കുന്നുണ്ട്. ആ ഓഡിയോ ഒന്ന് കേൾക്കാം. നമ്മൾ ഈ സമുദായത്തിൽ നിന്ന് മത്സരിക്കുന്ന ആളെയല്ലേ യഥാർത്ഥത്തിൽ സപ്പോർട്ട് ചെയ്യേണ്ടത്? സംഘടനയുടെ തീരുമാനമല്ലേ? അല്ല, സംഘടനയൊന്നുമല്ല. സംഘടന എന്താണ്? എന്നോടൊപ്പം നിങ്ങൾ ഈ ഫോണിൽ കൂടെ സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ. അല്ല, അത് തീരുമാനമാണ്. നിങ്ങള് കരയോഗ പിന്നെ താലൂക്ക് യൂണിയൻ കമ്മിറ്റി എന്ന് പറഞ്ഞ സ്വതന്ത്രമായിട്ടൊരു തീരുമാനം എടുത്ത് നടപ്പിലാക്കുന്നതാണോ ശരി? ഓരോ സംഘടനയ്ക്ക് ഓരോ തീരുമാനമുണ്ട്. അല്ല, SNDP തീരുമാനം എടുത്തു, KTMS തീരുമാനം എടുത്തു. ഏത് സംഘടന തീരുമാനം എടുത്താലും അവരുടെ സമുദായത്തിനെ പിന്നെ പ്രയോജനപ്പെടുന്ന രീതിയിലെ തീരുമാനം എടുത്താൽ നിങ്ങൾക്ക് തോന്നാൻ കാരണം നിങ്ങളുടെ താല്പര്യം സംരക്ഷിക്കാൻ സാധ്യത. സംരക്ഷിക്കേണ്ട. അപ്പൊ ചേട്ടന്റെ തീരുമാനം എടുക്കുന്നത് അത് നിങ്ങൾക്ക് അന്വേഷിക്കുന്നേ. അല്ല, ഈ തെരഞ്ഞെടുപ്പ് വേണ്ട എന്നേരം ഈ NSSന്റെ ഗ്രൂപ്പിലെ ഈ വനിതാ സമാജ ഗ്രൂപ്പിലൊക്കെ ഇങ്ങനെ ഒരു വോയിസ് ഇങ്ങനെ കേൾക്കുന്നു, ഐഷ പൊറ്റിക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞോട്ടെ. അപ്പൊ അത് നമ്മുടെ ഒരു NSS ഒരു അംഗമല്ലേ ബാലസഖാവ്. അപ്പൊ അത് വേറൊരാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ വോട്ട് കൊടുക്കുന്നത് ശരിയല്ലല്ലോ. കഴിഞ്ഞ തവണ ബാലവാൻ സാറിനെ സഹായിക്കല്ലോ. NSSന്റെ പൊതുവായ NSS എടുത്തൊരു നിലപാടായിരുന്നു കേട്ടോ. NSS താലൂക്ക് NSS യൂണിയൻ NSSന്റെ ഒരു നിലപാടായിരുന്നു ഇതെടുത്തതേ. അല്ല, ഇന്നൊരു പത്രപ്രസ്താവന ഉണ്ടായിരുന്നല്ലോ ചങ്ങനാശ്ശേരിന്ന്. അതുണ്ടായിരുന്നു. പക്ഷെ കൊട്ടാരക്കരയിൽ അത് ഒഴിവാക്കിക്കൊണ്ടാണ് ഉണ്ടായത്. നമ്മൾ ഇതൊന്നും നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല സാറേ കേട്ടോ. അതിൻ്റെതായ ചില കാരണങ്ങളുണ്ട്, അതുകൊണ്ടാട്ടോ. കേട്ടല്ലോ. NSS താലൂക്ക് യൂണിയൻ സെക്രട്ടറിയുടെ സംഭാഷണമാണ് നമ്മൾ കേട്ടത്. നമുക്കറിയാം, കൊട്ടാരക്കര താലൂക്ക് യൂണിയൻ സെക്രട്ടറി അനിൽകുമാർ NSS നേതൃത്വം പറയുന്നത് അതുപോലെ കേട്ട് പ്രവർത്തിക്കുന്നയാളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല, അനിൽകുമാറിൻ്റെ സ്വന്തം തീരുമാനമാണെന്ന്. കഴിഞ്ഞ തവണ NSS KN ബാലഗോപാലിനെ സഹായിച്ചിരുന്നു എന്നുള്ളത് നമുക്കറിയാം. ഇത്തവണ അതിന് മാറ്റം വരാൻ തക്കവണ്ണം എന്ത് സംഭവിച്ചുവെന്ന് നമുക്കറിയില്ല. കഴിഞ്ഞ തവണ പിന്തുണച്ച പലരും ഇത്തവണ മാറി നിന്നു എന്നുള്ളത് സത്യമാണ്. കഴിഞ്ഞ ദിവസം ഒരു പാർട്ടി സഖാവുമായി സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് ഞാനും കുടുംബവും ഐഷ പൊറ്റിക്ക് വോട്ട് ചെയ്യുമെന്നാണ്. ഞാൻ ആ സഖാവിൻ്റെ പേര് വെളിപ്പെടുത്തുന്നില്ല, കാരണം വെളിപ്പെടുത്തിയാൽ അയാളെ ചിലപ്പോൾ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കും. അയാൾ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ ഐഷ പൊറ്റി 15 കൊല്ലം MLA ആയിരുന്നപ്പോൾ ഞങ്ങളൊക്കെ എന്ത് വിളിച്ചു പറഞ്ഞാലും സഖാവ് അതിലൊക്കെ ഇടപെടുകയും ചെയ്തു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ തവണ പല കാര്യങ്ങളും മന്ത്രിയുടെ ഓഫീസിൽ പറഞ്ഞിട്ടും അതിലൊന്നും ഇടപെട്ടതുമില്ല, നടന്നിട്ടുമില്ല. ഇതൊന്നും സ്വന്തം കാര്യമല്ല, ഞങ്ങളുടെ പ്രദേശത്തുള്ള പാർട്ടി സഖാക്കളുടെയും അനുഭാവികളുടെയും കാര്യങ്ങളാണ്. ഐഷ പൊറ്റി ഞങ്ങളുടെ സ്വന്തം MLA ആണെന്ന് അഹങ്കാരത്തോടെ പറയാമായിരുന്നു. അത് നഷ്ടപ്പെട്ടത് കഴിഞ്ഞ തവണയാണ്. മന്ത്രിയുടെ ഓഫീസിൽ എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും അതിലൊന്നും ഇടപെടില്ലെന്ന് മാത്രമല്ല, പ്രദേശത്തുള്ള പലരും പല കാര്യങ്ങൾക്കായി മന്ത്രിയുടെ ഓഫീസിൽ ചെല്ലുമ്പോൾ പാർട്ടി ഓഫീസിൽ ചെന്ന് പറഞ്ഞുവിടുകയും ചെയ്യും. പലരും പാർട്ടി ഓഫീസിൽ പോകാറുമില്ല. ഐഷ പൊറ്റിയാണെങ്കിൽ പാർട്ടി ഓഫീസിൽ പറഞ്ഞു വിട്ടാൽ പോലും അവരവിടെ ചെല്ലുന്നതിന് മുമ്പ് വിളിച്ചു പറഞ്ഞിരിക്കും, ചിലപ്പോൾ കത്തും കൊടുത്തുവിടും. ആ പാർട്ടി സഖാവിനെ പോലെയാണ് പലരും. ആരും പുറത്തു പറയാൻ തയ്യാറില്ല. പക്ഷെ പെട്ടി പൊട്ടിക്കുമ്പോൾ മനസ്സിലാകും NSS കൈവിട്ടു. പല ക്രൈസ്തവ സഭകളും ഇക്കുറി ചെയ്തിട്ടില്ലെന്നാണ് അറിവ്. പിന്നെ എങ്ങനെ 10,000-വും 15,000-വും ഭൂരിപക്ഷം കിട്ടും സഖാക്കളെ? ഇക്കുറി ഐഷ പൊറ്റി വിജയിച്ചില്ലെങ്കിൽ ഈ അടുത്ത കാലത്തൊന്നും കൊട്ടാരക്കരയിൽ UDF വിജയിക്കില്ല. ഇതൊരു ഉറച്ച LDF മണ്ഡലമായി തീരും. കഴിഞ്ഞ തവണത്തെ കണക്കുകൾ വെച്ച് നോക്കിയാൽ 6,000 വോട്ടുകൾ മാറിയാൽ UDF സ്ഥാനാർത്ഥി വിജയിക്കും. ഇപ്പോഴത്തെ കണക്കൂട്ടലനുസരിച്ചാണെങ്കിൽ NSS വോട്ടുകൾ കൂടാതെ തന്നെ 10,000 വോട്ടുകൾക്ക് മുകളിൽ ഭൂരിപക്ഷം ഐഷ പൊറ്റിക്ക് കിട്ടുമെന്നാണ് UDF ക്യാമ്പിലെ വിലയിരുത്തൽ. കാത്തിരിക്കാം. ഇനിയും NSSനെ പോലെ പലരുടെയും വെളിപ്പെടുത്തൽ ഉണ്ടായേക്കാം.